ഹലോ, ഇന്ന് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ബാലവാടികളിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് അങ്ങനെ കുതിർത്തെടുത്തിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് നുറുക്ക് ഗോതമ്പും വേവിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഈ ഗോതമ്പത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വേവിക്കേണ്ടത്. 2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അതിനുശേഷം ഇതിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. എന്നാൽ നല്ല പോലെ നമ്മുടെ ഗോതമ്പും കുക്കായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലെ പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് തുറക്കുന്നത്. അപ്പോൾ ഗോതമ്പൊക്കെ ഇവിടെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ല പോലെ വറ്റിയിട്ടുണ്ട്. പിന്നെ ചില ഗോതമ്പൊക്കെ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പുമാവ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഈ ക്യാരറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും ക്യാരറ്റൊക്കെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇനി വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുരിങ്ങയിലൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലയും ക്യാരറ്റും ഒന്നും ഇല്ലാതെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർക്കുക. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുമാണ്, പിന്നെ ഹെൽത്തി ആണല്ലോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഗോതമ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് ഒരു ബാലവാടി ടീച്ചറാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബാലവാടി ഉണ്ട്. അപ്പോൾ അവിടുത്തെ മാൾ ടീച്ചർ ഇതുപോലെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ്, മുരിങ്ങയിലേക്ക് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ടീച്ചർ ഉണ്ടാക്കുന്ന ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ ഉപ്പുമാവ് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും സെർവ് ചെയ്യാം, അതുപോലെ വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പുമാവ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്ന ഒരു ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കമൻറ്റ് ചെയ്യാൻ. എന്നാലേ നിങ്ങളുടെ കമൻറ്റ് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്